ഇന്ത്യയിലെ 2,72,000 പഞ്ചായത്തുകളിൽ വെച്ച് ഏറ്റവും നല്ലൊരു പഞ്ചായത്തായിട്ട് കിഴക്കമ്പലവും 2020 ഭരിച്ച പഞ്ചായത്തുകളെയൊക്കെ കൊണ്ടുവരാൻ സാധിച്ചു. ഇവിടെ നമ്മളൊരു കാര്യം തീരുമാനിക്കണം. 2015 ഒരു പഞ്ചായത്താണ് ഇന്ത്യയിൽ മാതൃകയായിട്ട് കാണിച്ചതെങ്കിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഒരു നിയോജക മണ്ഡലം ഇന്ത്യയിൽ മാതൃകയായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ കുന്നത്തുനാട് നിയോജക മണ്ഡലം പിടിച്ചെടുത്ത് നമ്മുടെ ഒരു MLA തിരുവനന്തപുരത്തെത്തി നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം ഈ നിയോജക മണ്ഡലം കേരളത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള നിയോജക മണ്ഡലമാക്കി മാറ്റാൻ സാധിക്കണം നമുക്ക്. നമുക്കറിയാം നമ്മുടെ എതിരാളികളെ എന്ന് പറയുന്നത് കഴിഞ്ഞ 5 വർഷം ഭരിച്ച ഈ നിയോജക മണ്ഡലത്തെ 25 വർഷം പുറകിലോട്ട് കൊണ്ടുപോയ MLA, അതിനു മുന്നിൽ 5 വർഷം കോൺഗ്രസിന്റെ സജീന്ദ്രൻ ഭരിച്ചു. രണ്ടുപേരും കോടീശ്വരന്മാരാണ്. നമുക്കറിയാം നമ്മുടെ ഇപ്പോഴത്തെ MLA ഇതിനു മുമ്പിലത്തെ ഇലക്ഷന് മത്സരിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആസ്തി വെറും 4 ലക്ഷം രൂപയായിരുന്നു. 2021 ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തതിൽ 18 കോടിയായിട്ട് ഉയർന്നു. അപ്പൊ ഒരു പണിയും ചെയ്യാത്ത, ഒരു വരുമാനമില്ലാത്ത ഒരാളുടെ ആസ്തി 4 ലക്ഷത്തിൽ നിന്ന് എങ്ങനെ 18 കോടിയായി ഉയർന്നു എന്നുള്ളതാണ്. ഇത്തവണ അദ്ദേഹം മത്സരിക്കുമ്പോ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. 18, 36, 50 കോടിയോ ആയിട്ട് മാറിയിട്ടുണ്ടാവും. കാരണം അത് ജനങ്ങളുടെ പൈസയാണ്, ഈ നാടിന്റെ പൈസയാണ്, ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരന്റെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ പൈസയാണ് ഈ 18 കോടി രൂപ എന്ന് പറയുന്നത്. അപ്പോ ഇവരെ നേരിടാനായിട്ട് ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വേണം. അങ്ങനെ രാവും പകലുമില്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അന്വേഷിച്ചു. അവസാനം ഹൈക്കോടതിയിൽ 28 വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിനെ കണ്ടെത്തി. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലാണ്. അദ്ദേഹത്തിന്റെ പേരുമായിട്ട് ഡൽഹിക്ക് ലിസ്റ്റ് കൊടുത്തു. അങ്ങനെ കൊടുക്കുമ്പോൾ ഇന്നലെ രാവിലെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു വാട്സപ്പ് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ടു. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് മീഡിയയുടെ മുമ്പില് സങ്കടത്തോടെ വിതുമ്പുന്നത് ഞാൻ കണ്ടു. അത് പൂർണ്ണമായിട്ട് ഞാൻ കേട്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, ഈ കഴിഞ്ഞ 35 വർഷക്കാലം ഞാൻ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് എന്റെ ജീവനാണ് കൊടുത്തത്. ഞാൻ എന്റെ പാർട്ടിയെ വിറ്റില്ല, എന്റെ പാർട്ടിയെ പണയം വെച്ചില്ല, ഞാൻ പാർട്ടി വെച്ച് പണമുണ്ടാക്കിയില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരൂ, എന്റെ കിടപ്പിലായ ഭാര്യയോട് ചോദിക്ക്. അതില് രാജിയില് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് സ്ഥിരമായ മേൽവിലാസമില്ല. കാരണം ഒരു വാടക വീട്ടിൽ ഞാൻ താമസിക്കും. വാടക കൊടുക്കാൻ പറ്റാതെ വരുമ്പോ അവിടെ ഇറക്കി വിടും, അടുത്ത വീട്ടിലേക്ക് പോകും, അവിടെ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോകും. അങ്ങനെ വാടക വീടാണ് എന്റെ അഡ്രസ്. അതുകൊണ്ട് എനിക്ക് സ്ഥിരമായ അഡ്രസ് ഇല്ല എന്ന്. ഇത് കേട്ടപ്പോ എനിക്ക് വളരെയധികം ദുഃഖം തോന്നി. 35 വർഷം കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ ജീവിച്ച് ആ പാർട്ടിക്ക് വേണ്ടി ജീവത്യാഗം സഹിച്ച് അടികൊണ്ട് ജയിലിൽ കിടന്ന് ആ മനുഷ്യൻ ഒരു പൈസ സമ്പാദിച്ചില്ല എന്നുള്ളത് എനിക്ക് വളരെ വ്യത്യസ്തമായിട്ട് തോന്നി. കാരണം കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലുമുള്ള നേതാക്കന്മാരെല്ലാം 5 വർഷം കൊണ്ട് കോടികൾ സമ്പാദിക്കുന്നവരാണ്. ഇദ്ദേഹത്തിന് ഒരു വീടിന് വാടക കൊടുക്കാൻ പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോ ഞാന് എന്റെ ആളുകളെ വിളിച്ച് ഉടനെ തന്നെ ഇദ്ദേഹവുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കിഴക്കമ്പലത്തേക്ക് എന്നെ ഒന്ന് കാണാൻ വരിക. ഇന്നലെ 3 മണിക്ക് അദ്ദേഹം ഇവിടെ എത്തി. 3 മണിക്ക് എത്തി. 1 മണിക്കൂറിനുള്ളിൽ ഞാൻ തീരുമാനിച്ചു,
കുന്നത്ത് നാടിന് ഒരു സ്ഥാനാർത്ഥി ഇദ്ദേഹമായിരിക്കണം. കാരണം നമുക്ക് വേണ്ടത് പാവപ്പെട്ടവരുടെ വേദന അറിയുന്ന, വീടില്ലാത്തവന്റെ ദുഃഖം അറിയുന്ന, ഭക്ഷണം കഴിക്കാതെ വിശപ്പിന്റെ വില അറിയുന്ന അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ് കുന്നത്ത് നാടിന് വേണ്ടത്. കാരണം അല്ലാതെ കോടീശ്വരന്മാരായിട്ടുള്ള ശ്രീനിജനും സജീന്ദ്രനും ഒന്നുമല്ല വേണ്ടത്. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അവന്റെ ജീവിതം മാറ്റിവെക്കുന്ന, അവന് വേണ്ടി പ്രതികരിക്കാൻ ശേഷിയുള്ള നേതാവിനെയാണ് നമുക്ക് വേണ്ടത്. ആ നേതാവിനെയാണ് ഞാൻ കണ്ടെത്തിയിരിക്കുന്നത്, ശ്രീ ബാബു ദിവാകരൻ. അദ്ദേഹം ഈ വേദിയിലേക്ക് വരിക. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നിങ്ങള് ഇദ്ദേഹത്തിന്റെ ഇന്നലത്തെ പ്രസ് മീറ്റിംഗ് കാണണം, അത് കേൾക്കണം. 2020 സൈറ്റിൽ അത് ഇടാം. നിങ്ങളത് കേൾക്കണം. നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഈ കേരളത്തിന്, കുന്നത്ത് നാടിന് ഏറ്റവും ശക്തനായിട്ടുള്ള, ഏറ്റവും അനുയോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ ഭാവങ്ങളും അദ്ദേഹം ഇന്നിപ്പോ വീടില്ലാത്ത വാടക വീടുകളും മാറി മാറി ജീവിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹം ഈ കുന്നത്ത് നാടിനെ വേണ്ടിയിട്ട്, കുന്നത്ത് നാടിന്റെ MLA ആയിട്ട് നമ്മളെ നയിക്കുന്ന നേതാവായിട്ട് മാറണം നമുക്ക്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൂടുതലായിട്ട് ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. ഏതാനും വാക്കുകൾ അദ്ദേഹം നമ്മുടെ രാജീവ് ജി പ്രസംഗിച്ചതിന് ശേഷം നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം, അത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയതിന് ശേഷം ഈ നമ്മുടെ കുന്നത്ത് നാട് നിയോജക മണ്ഡലം നമ്മുടെയാണ്, നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇതൊരു തുടക്കമാണ്. ഈ കിഴക്കമ്പലത്തിന്റെ ഈ കുന്നത്ത് നാടിന്റെ തുടക്കത്തിൽ നിന്ന് കേരളമാകെ ആളിപ്പടർന്ന് ഈ ഇന്ത്യയോടൊപ്പം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ വികസിക്കുന്നതിനോടൊപ്പം, ഈ ലോകം വികസിക്കുന്നതിനോടൊപ്പം കുന്നത്ത് നാടും കേരളവും ഒപ്പം വികസിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ, കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്ത് അധ്യക്ഷന്മാർ ഇപ്പോൾ ക്ഷണിക്കുകയാണ്. കുന്നത്തുനാട് പഞ്ചായത്ത് പ്രസിഡന്റ് MA അയ്യപ്പൻ മാസ്റ്റർ, ശ്രീകാന്ത് എസ് കൃഷ്ണൻ അവരുടെ ക്ഷണിക്കുന്നു. വാഴക്കുളം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ്, സ്ഥാനാർത്ഥിയെയാണ് സ്വീകരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സ്ഥാനാർത്ഥിയെ അതിനുപൂർവ്വം നമ്മുടെ പഞ്ചായത്തിന്റെ അധ്യക്ഷന്മാർ സ്വീകരിക്കുന്നു. MA അയ്യപ്പൻ മാസ്റ്റർ, ശ്രീകാന്ത്, ശ്രീ കിഴക്കമ്പലം പഞ്ചായത്ത് സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സജീവ്, ശ്രീ ജയരാജ്, ഐക്യനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ രൂപേഷ് പി, കോട്ടൃക പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ AK രാജഗോപാൽ, തിരുവാണിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സുനിൽ PS, പുത്തൻകുരിശ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ MR രാജീവ് തുടങ്ങിയവർ. അടുത്തതായി കുന്നത്തുനാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ KS അഭിലാഷ്, GB ഇബ്രാഹിം, ദീപക് രാജൻ അവരെ ക്ഷണിക്കുന്നു. കോലഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീ അരുൺകുമാർ, ഗിരീഷ് അവരെ, കാമരാജ് കോൺഗ്രസിന്റെ മണ്ഡലാധ്യക്ഷൻ ശ്രീ ഗിരീഷ് അവരെ ക്ഷണിക്കുന്നു. GB ഇബ്രാഹിം അവരെ ക്ഷണിക്കുന്നു. 2020 നിയോജക മണ്ഡലാധ്യക്ഷൻ ജിജി ഇബ്രാഹിം,
അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ സ്ഥാനാർത്ഥിക്ക് അഭിവാദ്യങ്ങൾ സാബു സാറിന്റെ അഭിവാദ്യങ്ങൾ രാജീവ് ജിക്ക് അഭിവാദ്യങ്ങൾ ഉദ്ഘാടന പ്രഭാഷണത്തിനായി ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ बोले भारत माता के बोले भारत माता के बोले भारत माता के ഉദ്ഘാടനത്തിനായി ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കുന്നത്തനാടിന്റെ ഭാവി MLA ആവാൻ പോകുന്ന ബാബു ദിവാകരൻജി, NDAന്റെയും 2020ന്റെയും സീനിയർ ലീഡറായ സാബു M. ജേക്കബ്, എന്റെ സുഹൃത്തും ഇവിടെ വേദിയിലും സദസ്സുമുള്ള NDAന്റെ സഹപ്രവർത്തകർക്ക് എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, പക്ഷേ ഇന്ന് എല്ലാവരും കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത 23 ദിവസം ആണ് തെരഞ്ഞെടുപ്പിന് ബാക്കി. ഈ 9-ാം തീയതി വരാൻ പോകുന്ന 9-ാം തീയതി ഏപ്രിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ നാടിന്റെ ഭാവി തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ കുട്ടികളുടെ ഭാവി, ഏത് ദിശയിലും ദശയിലാണ് നമ്മുടെ കേരളം പോകേണ്ടത്, അത് തീരുമാനിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. ഇതിന്റെ മുമ്പ് എത്രയോ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. കോൺഗ്രസും CPM-ഉം ഭരിച്ചു. ഇന്ന് നമ്മളുടെ മുമ്പിൽ കാണുന്നത് നാടിനെ നശിപ്പിച്ച് ജമാഅത്തെ ഇസ്ലാമിനൊപ്പം രാഷ്ട്രീയം ചെയ്യുന്ന, ശബരിമലയും കൊള്ള ചെയ്യുന്ന, തൊഴിലില്ലായ്മ, വിലക്കയറ്റം, വിവാദ രാഷ്ട്രീയം ചെയ്തു നടക്കുന്ന CPM-ഉം കോൺഗ്രസാണ് ജനങ്ങൾക്ക് സഹിക്കുന്നത്. അതിന് മാറ്റണം. 9-ാം തീയതി ഏപ്രിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മാറ്റത്തിന്റെ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഞാൻ മാധ്യമ സുഹൃത്തു വഴി ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, NDAന്റെ മുദ്രാവാക്യം, NDAന്റെ ഇന്ന് ഈ ഇലക്ഷൻ കമ്മീഷന്റെ പരിപാടി കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഒറ്റ സെന്റൻസിൽ ഞങ്ങളുടെ റെസ്പോൺസ് ആണ്, മാറ്റം തുടങ്ങാം. മതിയായി കോൺഗ്രസ്, മതിയായി LDF, മതിയായി CPM രാഷ്ട്രീയം, മതിയായി വിവാദ രാഷ്ട്രീയം. ഈ നമുക്ക് വേണ്ടത് വികസന രാഷ്ട്രീയമാണ്. ഈ ഒരു കോമ്പിനേഷൻ NDAയിൽ സാബു M. ജേക്കബ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടും 2020 ലോക്കൽ ബോഡിയിൽ പഞ്ചായത്തിലും ചെയ്ത ഗവർണൻസ് മോഡലും അതിന്റെ ഒപ്പം നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം കൊണ്ടുവന്ന വികസനം, ഇത് ഭയങ്കര കോമ്പിനേഷനാണ് ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി. പിന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 70 കൊല്ലം ഇവിടെ നടന്ന രാഷ്ട്രീയം ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നില്ല, ജനങ്ങൾക്കൊരു നല്ല ഭാവി സൃഷ്ടിക്കാനായിരുന്നില്ല. ഇതെല്ലാം ഒരു പവർ പോളിറ്റിക്സ് ആയിരുന്നു. ഇന്നും കോൺഗ്രസ് ആണോ CPM ആണോ ഒരു വ്യത്യാസവുമില്ല. അവര് 2 പാർട്ടിയാണെന്ന് പറഞ്ഞു നടക്കുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അവർ 2 അല്ല, 1 എന്ത് നോക്കിയാലും, ഏത് ക്രൈറ്റീരിയ നോക്കിയാലും CPM-ഉം കോൺഗ്രസിനും ഒരു വ്യത്യാസവുമില്ല. നാടിനെ നശിപ്പിക്കാൻ മാത്രമേ അവർക്ക് കഴിയുള്ളൂ. 10 കൊല്ലം കോൺഗ്രസ് ഇന്ത്യയെ ഭരിച്ചതാ. 2004 മുതൽ 14 എന്താണ് അവർ ചെയ്തത്? 8 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന്. ആ സർക്കാരിൽ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തോ? ഇല്ല. ഭീകരമായ അഴിമതി മാത്രമേ ഇവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഒരു ഒറ്റ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചോ? ഇല്ല. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഒരു മുതിർന്ന നേതാവുണ്ട്, മുഖ്യമന്ത്രി ആവാൻ പോകുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു നേതാവ്, VD സതീശൻ. അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ പോയി, പരവൂർ. ഞാൻ വിചാരിച്ചു, വലിയ ആളാണ്, 25 കൊല്ലമായിട്ട് കുത്തിയിരിക്കുന്ന ഒരു MLA ആണ്, നല്ല
വികസനം ചെയ്ത ഒരാളായിരിക്കും. 5000 പേര് വന്നു ആ അദാലത്തിൽ. കുടിവെള്ളമില്ല, വീടില്ല, തൊഴിലില്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. 18 കൊല്ലമായിട്ട് ഒരു പാലം, 18 കൊല്ലം മുമ്പ് തുടങ്ങിയ ഒരു പാലം ഇത് കഴിഞ്ഞിട്ടില്ല. 25 കൊല്ലം മുമ്പ് റോഡ് വർക്ക് തുടങ്ങിയത് ഇന്ന് കഴിഞ്ഞിട്ടില്ല. എന്നിട്ടാണ് ഇവര് രാഷ്ട്രീയം ചെയ്യുന്നത്. ഒരു വ്യത്യാസമുണ്ട് NDAയും CPM-ഉം കോൺഗ്രസ് തമ്മിൽ. ആ വ്യത്യാസം ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ രാഷ്ട്രീയം ചെയ്തത് NDA, സാബു ജേക്കബ്, രാജീവ് ചന്ദ്രശേഖർ, നരേന്ദ്രമോദിജി, ആരാണെങ്കിലും ഓരോ പ്രവർത്തകർ ചെയ്യുന്നത്, NDAയുടെ പ്രവർത്തകർ രാഷ്ട്രീയം ചെയ്യുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ജനങ്ങൾക്ക് ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. എല്ലാവർക്കും വേണ്ടി എല്ലാവരുടെ ഒപ്പം വികസനം കൊണ്ടുവരാനാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. മറുവശത്ത് ജമാഅത്തെ ഇസ്ലാമി, കൊള്ള, അഴിമതി, വിവാദ രാഷ്ട്രീയം, ഓരോരോ നുണ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ഒരു ശ്രമം. അപ്പോ ഈ ഒരു വ്യത്യാസം എല്ലാവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് ആലോചിച്ച് ഈ ഇലക്ഷൻ ഒരു നിർണായകമായ ഇലക്ഷനാക്കി മാറ്റി NDA ഭരിക്കണം. NDA ഭരിച്ചാൽ മാത്രമേ കേരളം നന്നാവൂ, കേരളം മുമ്പോട്ട് പോകൂ, കേരളം ഒരു വികസിത കേരളമാക്കി മാറ്റാൻ നമുക്ക് കഴിയും. കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനി അടുത്ത 23 ദിവസം എന്റെ ഒരു അഭ്യർത്ഥന, ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വളരെ സന്തോഷമുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായ ഒരു ടീം, വികസിത കേരളം ടീം ആയി നമ്മൾ പ്രവർത്തിക്കണം. ഇത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല, നാടിന് വേണ്ടിയിട്ടാണ്, നാടിന്റെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു നല്ല ഭാവി സൃഷ്ടിക്കാനാണ് നമ്മൾ ഈ അധ്വാനം ചെയ്യാൻ പോകുന്നത്. 23 ദിവസം നിരന്തര പരിശ്രമം. ഇത് നമ്മൾ ചെയ്താൽ, ഒരുമിച്ച് ചെയ്താൽ കേരളം മാറും, കേരളം മാറ്റും, കേരളം വികസിത കേരളമായി മാറും എന്ന് പറഞ്ഞ് വാക്ക് ചുരുക്കുന്നു. എല്ലാവർക്കും നമസ്കാരം, നന്ദി, ജയ് ഹിന്ദ്. അടുത്തതായി നമ്മുടെ NDAയുടെ കുന്നത്തുനാട് കൺവീനർ ശ്രീ VN വിജയൻ ബാബു ദിവാകരൻ അവരുടെ സ്വീകരിക്കുന്നു. നമ്മുടെ സ്ഥാനാർത്ഥിയെ ആദരപൂർവ്വം സ്വീകരിക്കുന്നു. NDAയുടെ കൺവീനർ സ്ഥാനാർത്ഥിയെ NDAയുടെ കുന്നത്തുനാട് നിയോജക മണ്ഡലം കൺവീനർ VN വിജയൻ സ്വീകരിക്കുന്നു. സ്ഥാനാർത്ഥിയെ സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ, 2020യുടെയും ഈ നാട്ടിലെ നിങ്ങൾക്ക് ഏവരുടെയും പ്രിയങ്കരനായ, കേരളം നമ്മുടെ രാജ്യം ശ്രദ്ധിക്കുന്ന ജനമുന്നേറ്റ നായകൻ, വികസനത്തിന്റെ മാതൃക സൃഷ്ടിച്ച സാധാരണക്കാരന്റെ കണ്ണുനീരും സങ്കടങ്ങളും അത്യധികം മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങളുടെ എവരുടെയും എന്റെയും പ്രിയങ്കരൻ, ദൂരെ നിന്ന് കണ്ടിട്ടുള്ള പ്രിയങ്കരൻ ശ്രീ NDAയുടെ അനിശ്ചിതനായ നേതാവ്, കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ പുതിയ ദിശയിലൂടെ അദ്ദേഹം കൂടെ പറഞ്ഞു, നാടിനു വേണ്ടി, നമുക്ക് നാടിനും നാട്ടുകാർക്കും വേണ്ടിയുള്ള പദ്ധതികളാണ് ഉണ്ടാവേണ്ടത്. എത്ര സത്യസന്ധമായ വാക്കുകളാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജി തുടങ്ങിയ എത്രയോ വലിയ സുമനസ്സുകൾ, നേതാക്കന്മാർ 2020യുടെ ഈ വേദിയിലുണ്ട്, സദസ്സിലുണ്ട്. സഹോദരി സഹോദരന്മാർ, ഞാൻ ഇത്രയധികം ഒരു മഹത്തായ ചടങ്ങിൽ വരുവാനൊക്കെ എന്റെ അച്ഛനമ്മമാർ ആരോ ചെയ്ത പുണ്യത്തിന്റെ ഫലമാണ്. സാധാരണയായി നമ്മള് തെരഞ്ഞെടുപ്പിൽ MLA സ്ഥാനം, MP സ്ഥാനത്തിനൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, അറിയപ്പെടുന്ന നേതാക്കന്മാർ, ഇപ്പോഴത്തെ നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ ഇങ്ങനെ വളരെ ദൂരം നിൽക്കും മണ്ഡലങ്ങൾ മാറിയൊന്ന് മത്സരിക്കാറുണ്ട്. എന്റെ കാര്യത്തിൽ എന്താണ് ഇങ്ങനെ ഒരു നിങ്ങൾക്ക് ഏവർക്കും ഒരു അത്ഭുതമുണ്ടാകും. സാബു സാർ ഇവിടെ പറഞ്ഞത്, എന്നെ അദ്ദേഹം കണ്ടെത്തിയത് ഒരു തെരുവിൽ നിന്നാണ്. ഞാനൊരു തെരുവിൽ നിന്ന് ഭ്രാന്തമായി പറഞ്ഞു. ഞാൻ കോൺഗ്രസ് പാർട്ടിയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പൊതുപ്രവർത്തനം തുടങ്ങിയ ആളാണ്. 2000-2005 അടൂർ നഗരസഭ ചെയർമാനായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർമാനായിരുന്നു.
അതിനുശേഷം രാഹുൽ ഗാന്ധിയുടെ ടാലന്റ് ഹണ്ടിൽ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു. ചെയർമാൻ കാലയളവിൽ ഏതാണ് ബാബുവിന്റെ ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് എന്നോട് സംസാരം ചോദിച്ചു. ഞാൻ പറഞ്ഞത് 1,00,000 വീട് പുനർനിർമ്മാണം കേരളത്തിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ആ കാലയളവിൽ. അദ്ദേഹം ഉടൻ തന്നെ എന്നെ ഗോഡ്സ്വില്ലിലേക്ക് പറഞ്ഞത് എന്റെ ദൈവമേ. ഞാൻ അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ വീടില്ലാത്തതിന്റെ വിഷമം, ഒരു ഷട്ടർ ഇല്ലാത്തതിന്റെ വിഷമം നന്നായി അറിയുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര സങ്കടപ്പെട്ടു. തിരിച്ചു വന്ന് ഞാൻ അദ്ദേഹത്തിനത് പറയണ്ടേ. അപ്പൊ അന്ന് മുതൽ ഞാൻ ഈ പദവികളൊക്കെ അങ്ങനെ ശണ്ട കൂടി ഗ്രൂപ്പ് കളിച്ച് ഗോഡ് ഫാദർമാരിലൂടെ ഒന്നും നേടിയെടുത്തതല്ല. ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം അത്രയും ഉത്തരവാദിത്വത്തോടെ, ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ ഞാൻ നിർവഹിച്ചു. അങ്ങനെ പോയപ്പോൾ ജീവിതം ഒരു വശത്ത്, ഞാൻ രാഷ്ട്രീയം എനിക്കൊരു വരുമാന മാർഗമേ ആയിരുന്നില്ല. എന്റെ തുടക്കം ഒരു പരസ്യ ഏജൻസി ആയിരുന്നു. അതിനുള്ള ചെറിയ ചെറിയ വരുമാനത്തിലൂടെയാണ് ഞാൻ എന്റെ കൊച്ചു ജീവിതം മുൻപോട്ട് കൊണ്ടുപോയത്. അങ്ങനെയുമാണ് ചെയർമാൻ പദവി വരുന്നത്. ആ സ്ഥാപനം കൂട്ടുന്നു. പിന്നീട് ഇങ്ങോട്ട് ഓരോന്നും പിന്നെ തുടങ്ങിയത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയപ്പം അടികൊള്ളാനും ജയിലിൽ കിടക്കാനും പോയപ്പോൾ അത് കൂട്ടുന്നു. പിന്നെ ഇങ്ങനെ വന്നു ചെയ്തതെല്ലാം ഈ പൊതുപ്രവർത്തനം ഇത് രണ്ടുകൂടെ ഏകോപിച്ചുകൊണ്ട് പോകുന്നതിനുള്ള അത് സാമ്പത്തികം മറ്റു വഴിയിൽ സമ്പാദിക്കാനാകാത്തതുകൊണ്ട്. സാധാരണ നേതാക്കന്മാർ പറയാനുണ്ട്, കറ്റ കെട്ടാൻ പതിര് കറ്റയിൽ നിന്ന് തന്നെ എടുക്കണം എന്ന് വെച്ചാൽ പൈസ അവിടെ നിന്ന് ഉണ്ടാക്കിക്കോളാം. അതിന് കഴിയാത്തത് കൊണ്ട് ഞാൻ അതിന് മുതിർന്നില്ല. അവസാനം ചെയ്ത കറി പൗഡർ യൂണിറ്റും ഈ ബേക്കറി പലഹാരങ്ങളുടെയൊക്കെ നിർമ്മാണ യൂണിറ്റും എല്ലാം കൂടെ കോവിഡ് കാലമായപ്പോൾ പൂപ്പ് കുത്തി 2014 ആയപ്പോഴത്തേക്ക് എന്റെ ഭാര്യ വീണുപോയി. എനിക്കൊരു മകനാണുള്ളത്. അപ്പൊ 2011 മുതൽ ഞങ്ങൾ അടൂർ മണ്ഡലം സംവരണ മണ്ഡലമാണ്. ഓരോ തവണയും ഞാനിങ്ങനെ എനിക്ക് നേതാക്കന്മാരുടെ വീട്ടിൽ പോയി ഇങ്ങനെ പറയുന്ന സ്വഭാവമില്ല. എന്നാലും ചിലരോട് പറയും എന്നെ ഒന്ന് പരിഗണിക്കണം. അവർ 2011 സ്ഥാനാർത്ഥി വന്നു, 2016 വന്നു, 2021 വന്നു. അപ്പൊ ഞാൻ ചെറിയൊരു കലാകാരൻ കൂടി ആയതുകൊണ്ട് ഞാൻ ഇവർക്കെല്ലാം വേണ്ടി പാട്ട് പാടാനും ചെണ്ട കൊട്ടാനും ചുവഴെഴുതാനും ഒക്കെ പോകും. 2021 വന്ന സ്ഥാനാർത്ഥി എന്റെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ കൊച്ചു പയ്യൻ ബ്ലോക്ക് പ്രസിഡന്റാണ്, എന്റെ ബ്ലോക്ക് പ്രസിഡന്റാണ്. ആ പയ്യൻ വന്നപ്പോൾ ഞാൻ ആ പയ്യന് വേണ്ടി ഇറങ്ങി. പക്ഷെ ഇപ്പൊ ഞാൻ കടുപ്പിച്ചു. എന്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്കൊരു വല്ലാത്ത അവസ്ഥയായതുകൊണ്ട് ഇത്തവണ എന്നെ ഒന്ന് പരിഗണിക്കണം. അവരോടും പറഞ്ഞു സർവേ, ഇപ്പൊ എല്ലാം സർവേ ആണല്ലോ. രാവിലെ ഉച്ചയ്ക്ക് സമയം ഈ സർവേ തന്നെ ഒരു പണിയാണ്. ഇഷ്ടമുള്ളവരെ തിരികെ കയറ്റാൻ വേണ്ടി പൈസ കൊടുത്തു കയറ്റുന്ന സംവിധാനമാണ്. അപ്പം സ്ഥാനാർത്ഥിയുടെ ഏതാണ്ട് അവസാന ഘട്ടമായി. ഇന്നിപ്പോ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇപ്പോഴും അവിടെ ചർച്ച നടക്കുന്നേ ഉള്ളൂ. അങ്ങനെ വന്നപ്പം എന്നെ ഒരു കാരണവശാലും ഇവരെന്നെ പരിഗണിക്കത്തില്ല എന്ന് മനസ്സിലായപ്പോ ഞാൻ എന്റെ നില വിട്ടുപോയി. ഞാന് ടൗണിൽ ഒരു ഗാന്ധി പ്രതിമയുണ്ട്. ആ പ്രതിമയുടെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞ വർത്തമാനങ്ങളാണ് അദ്ദേഹം കേട്ടതും. എന്താണ് സംഭവിക്കുന്നത് എനിക്കൊരു എത്തുപിടിയില്ല. പക്ഷേ ഞാൻ അത്യധികം സന്തോഷവാനാണ്. അടുത്ത നിമിഷം ഞാൻ മരിച്ചു വീണാൽ ഇതിൽ പരം ഒരു മുഹൂർത്തം. കാരണം മനുഷ്യനെ സ്നേഹിക്കുന്ന നിലപാടുകൾ. 2020 ഞാൻ ഇന്നലെ ഇവിടുന്ന് വന്ന് മടങ്ങിപ്പോയപ്പോൾ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞു, കേരളത്തിൽ അടുത്ത തവണ വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ്. കേരളം ഒട്ടും അതിൽ ആദ്യത്തെ ഭൂരിപക്ഷം ചാനലിൽ കുന്നത്ത് നാട് ഇങ്ങനെ ഉയരും. ആ ഉയർച്ച കേരളത്തിൽ അങ്ങനെ പറക്കും. എന്തുകൊണ്ടെന്നാൽ ആ രാഷ്ട്രീയം 2020യും എന്റെയും പറയുന്ന രാഷ്ട്രീയം സത്യത്തിന്റെ രാഷ്ട്രീയമാണ്, നീതിയുടെ രാഷ്ട്രീയമാണ്, ന്യായത്തിന്റെ രാഷ്ട്രീയമാണ്, പാവപ്പെട്ടവന്റെ രാഷ്ട്രീയമാണ്, തെരുവിൽ കിടക്കുന്നവന്റെ രാഷ്ട്രീയമാണ്, അത്താഴപ്പട്ടിണിക്കാരന്റെ രാഷ്ട്രീയമാണ്. ഉള്ളിലൊന്ന് വെച്ച് പുറത്തൊന്ന് പറയുന്ന നാട്യത്തിന്റെ, ജാളയുടെ, അഹങ്കാരത്തിന്റെ, ധാർഷ്ട്യത്തിന്റെ രാഷ്ട്രീയമല്ല, സത്യത്തിന്റെ വഴി. അങ്ങനെ അവരോടൊപ്പം കൂടിച്ചേരാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ, വലിയ പുണ്യമല്ലേ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്നലെ ഞാൻ സാറിന്റെ എന്നെ കുറെ ഇന്റർവ്യൂ ചെയ്തു അദ്ദേഹം. ഞാൻ എത്രയോ അദ്ദേഹത്തിന്റെ വീഡിയോസും 2021 ഈ 2020യെ കുറിച്ച് ഞാൻ പഠിക്കുകയും നമ്മുടെ ഭക്ഷ്യസുരക്ഷ ഇവിടെ എങ്ങാനും വന്നാൽ അത് വാങ്ങിച്ച് കഴിച്ചു കിടക്കാമല്ലോ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചതാണ്. പക്ഷെ ഇന്നലെ ഞാൻ അവിടെ പോയി. ഇന്നലെ ഞാൻ എന്റെ കൂടെ വന്ന കൂട്ടുകാർ കൂടി അവിടെ പോയി. എന്താണ് അദ്ദേഹത്തിന്റെ വിഷൻ? എന്താണ് സാധാരണക്കാരായ ആളുകൾക്ക് അല്ലെ ജനങ്ങളെ എങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ്. അല്ലാതെ 10 രൂപയുടെ പദ്ധതിക്ക് 7 രൂപ ഉച്ചോടടിച്ചു മാറ്റുന്ന നമ്മുടെ ആശാന്മാരുടെ, വിധവന്മാരുടെ ഐറ്റം അല്ലല്ലോ, സത്യത്തിന്റെ വഴിയാണ്. അപ്പോ ഞാൻ
അങ്ങനെ ഇവിടെ വന്ന് നിൽക്കുകയാണ്, സാറിനെ കണ്ടെത്തി ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇനിയിപ്പോ എനിക്ക് നിങ്ങളിടയിലേക്ക് വരാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ജീവിക്കാൻ എനിക്കൊരു, സാറ് പറഞ്ഞാൽ എനിക്കൊരു സ്ഥിരമായ മേൽവിലാസമില്ല. കയ്യിലെടുക്കുമ്പോൾ ഒരു തുണിസഞ്ചിയും എന്റെ സുഖമില്ലാത്ത ഭാര്യയും എൻ്റെ ഒരു മകനേ ഉള്ളൂ. അങ്ങനെ നാടോടിയായി ദേശാടന കക്ഷിയപ്പോൾ നടക്കുകയാണ്. വാടക വീടുകൾ മാറി മാറി നടക്കുക. എന്നാൽ പിന്നെ ഈ 2020 ഇന്ത്യയുടെ ഈ കൂട്ടായ്മയിൽ, ഈ നല്ല മനുഷ്യരുടെ ഇടയിൽ, നിങ്ങൾക്കിടയിൽ നിങ്ങൾ എന്നെ ഉൾക്കൊള്ളുമെങ്കിൽ, നിങ്ങൾ അനുവദിക്കുമെങ്കിൽ, നിങ്ങളുടെ സ്നേഹം പങ്കിടുമെങ്കിൽ, ഈ സ്നേഹത്തണലിന്റെ കീഴിൽ ഞാൻ എവിടെയെങ്കിലും ചുരുട്ടുകൊള്ളാം. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയം, എനിക്ക് സമയമൊക്കെ സാറ് പറഞ്ഞതായാലും വികാരം തള്ളിച്ചയായി പോയി, നീട്ടിയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. സത്യത്തിന് വേണ്ടിയുള്ള, നീതിക്ക് വേണ്ടിയുള്ള, ധർമ്മത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നമ്മൾ ഇന്ന് കുറിക്കുന്നു. വിജയം നമ്മൾക്കുള്ളതാണ്. വിജയിച്ചേ മതിയാകൂ. നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. സ്ഥാനാർത്ഥി ഇപ്പോൾ രണ്ട് വരി പാട്ട് നമ്മുടെ മുന്നിൽ ആലപിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പോയിരുന്നു. ഇന്നലെ വന്നപ്പോ എന്റെ ആകെ കോലം കണ്ടിട്ട് സാർ പറഞ്ഞു, ഇതൊന്നും ഇവിടെ പറ്റില്ല, ഇയാൾക്ക് വെറും കിടങ്ങ് നടക്കണം. അതൊരു വസ്ത്രം ഞാൻ അവസാനം വൈകിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഉദ്യോഗസ്ഥനെയും കൂട്ടി ലുലുമാളി കൂട്ടി. അപ്പൊ ഞാൻ അവിടെ ആദ്യമായിട്ട് കയറുമ്പോൾ ലുലുമാളി എല്ലാം കണ്ട ഇങ്ങനെ നടക്കുക. എന്നിട്ട് അദ്ദേഹം ആദ്യം ഷർട്ട് എടുക്കാൻ കയറി. ഇതിന്റെ വില കേട്ടപ്പം ഞാന് 160 ഇഞ്ചു ആ വിലയിലേക്ക് പോയി. 160 രൂപയാണ് എന്റെ ഭാര്യയ്ക്ക് ഒരു ഇൻസുലിന്റെ വില. ഞാൻ ചോദിച്ചു, അത്രയും വേണം? ചെറിയ പിന്നെ മുണ്ട് അതിലിരട്ടി, ചെരുപ്പ് ഞാൻ ഇട്ടില്ല, കാരണം അത്രയ്ക്ക് പോക്കാക്കുള്ള ചെരുപ്പാണ്. ഞാൻ എന്റെ സാധാരണ ചെരുപ്പാണ്. അപ്പൊ അതൊരു കാഴ്ചപ്പാടാണ്. നമ്മൾ മനുഷ്യൻ അങ്ങനെ നടക്കണം. ഞാനിപ്പോ പാട്ട് പാടുമെന്ന് ഇന്നലെ അദ്ദേഹത്തോടൊന്ന് പറഞ്ഞു പോയതാണ്. തൊണ്ടയൊക്കെ പ്രശ്നമായി, ഞാൻ വല്ലാതെയാണ്. എന്നാലും എന്റെ നേതാക്കന്മാർ, ഞാൻ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ചോ നേതാക്കന്മാരെ കുറിച്ചോ ഒന്നും ഒരു അനക്ഷരവും, കാരണം ഞാൻ 10-35 കൊല്ലം അവരോടൊപ്പം നടന്നതല്ലേ. അപ്പം ഒന്നും ഞാൻ പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം. എന്നാലും അവർ കേൾക്കാൻ വേണ്ടി, അവരോടെങ്കിലും ഇന്ന് കേൾക്കാൻ ലൈവ് കേൾക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി രണ്ടുപേരും ഈ സച്ചിദാനന്ദന്റെ കവിത ഒന്ന് പാടിയിട്ട് നമുക്ക് നടത്താം. ഒരു ഞരമ്പിപ്പോഴും പച്ചയായുണ്ടെന്നൊരില തന്റെ ചില്ലയോടോതി, കൊഴിയാതെയോരില ഇപ്പോഴും ബാക്കിയെന്നൊരു ചില്ല കാറ്റിനോടോതി. എനിക്കിപ്പോഴും ജീവനുണ്ടോന്ന് അറിഞ്ഞോട്ടെ. ഒരു കാലഭൂമിയിൽ ബാക്കിയുണ്ടെന്നൊരു മനസ്വന്തം സൂര്യനോടോതി, ഒരു സൂര്യനിയും കെടാതെയുണ്ടെന്നു ഞാൻ പടരുന്ന രാത്രിയോടോതി. യൂണിയൻ ജേഴ്സിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ AB ജയപ്രകാശ് അവരുടെ ആശംസ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഒരു പ്രസംഗത്തിന് ഈ വേദി ഉപയോഗപ്പെടുത്തുന്നില്ല. ഈ സമ്മേളനത്തിന്റെ സംപൂജ്യനായ അധ്യക്ഷൻ ശ്രീ സാബു ജക്കർ, 2020 കോർഡിനേറ്റർ, അതോടൊപ്പം തന്നെ ഈ സമ്മേളനം ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ഈ കേരളം ഇന്ന് ഉറ്റുനോക്കുന്ന BJPയുടെ പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, ഡയസിലെ മറ്റു നേതാക്കളെ, നമുക്ക് സാബു ജക്കർ
കണ്ടെത്തി തന്നിരിക്കുന്നത് കുപ്പയിലെ മാണിക്യമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മളുടെ ഹൃദയത്തിൽ എത്ര സ്പർശിച്ചു എന്നുള്ളത് എല്ലാവരുടെയും മുഖം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്റെ മുമ്പിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് മഹാനടൻ മോഹൻലാൽ പറഞ്ഞ ഒരു വാക്കാണ് എന്റെ മനസ്സിൽ കടന്നു വരുന്നത്. എന്റെ ജീവന്റെ തുടിപ്പാണ് അഭിനയം, അത് നിലനിൽക്കുന്നത് വരെ അഭിനയിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ അധകൃത വിഭാഗത്തിന്റെ, ദളിത് വിഭാഗത്തിന്റെ, പിന്നോക്ക വിഭാഗത്തിന്റെ, രാജ്യത്തെ ജനതയുടെ ഒരു മുത്തുമാണിക്യത്തെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഈ കുന്നത്തുനാട് നമുക്ക് അദ്ദേഹത്തിൽ 100% വിശ്വസിച്ച് അദ്ദേഹത്തെ ഏൽപ്പിക്കാൻ കഴിയും. ഇവിടുത്തെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം, മാറിയുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട്, കാപട്യം നിറഞ്ഞ രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട്, ഇവിടുത്തെ ആ രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ലോകാരാധ്യനായ നേതാവ് ശ്രീ നരേന്ദ്രമോദിജി ഭാരതത്തെ എങ്ങനെ അത്യുന്നതങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നോ അദ്ദേഹം വിഭാവനം ചെയ്ത മുഴുവൻ പദ്ധതികളും ഈ കേരളത്തിന്റെ മണ്ണിൽ, കുന്നത്തുനാടിന്റെ മണ്ണിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിന് NDAയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്ന് ഭാരത് ധർമ്മജനസേനയുടെ പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഭാരത് ധർമ്മജനസേന. ആശംസ പ്രഭാഷണത്തിനായി കുരുവിള മാത്യു, നാഷണൽ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ്. കുന്നത്തുനാടിന്റെ നിയുക്ത MLA ശ്രീ ബാബു ദിവാകരൻ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സംസ്ഥാന കൺവീനർ, സംസ്ഥാന ചെയർമാൻ രാജീവ് ചന്ദ്രശേഖർജി, വേദിയിലുള്ള സാബു ജേക്കബ് അടക്കമുള്ള BDJSന്റെയും മറ്റ് 2020യുടെയും നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെയും കാമരാജ് കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, കേരളത്തിന്റെ രാഷ്ട്രീയം മാറുകയാണ്, കേരളത്തിന്റെ ജാതകം മാറുകയാണ്. അതിന്റെ തുടക്കം കുന്നത്തുനാടിൽ നിന്ന് തന്നെ ആരംഭിക്കാം. കുന്നത്തുനാടിലെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് വെറുതെയല്ല, കുന്നത്തുനാടിന്റെ നിയുക്ത MLA ആണ് ശ്രീ ബാബു ദിവാകരൻ എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഒരു സംശയവും വേണ്ട, കേരളത്തിൽ വലിയ മാറ്റമുണ്ടാവാൻ പോവുകയാണ്. കഴിഞ്ഞ കേരള പിറവിക്ക് ശേഷം ഈ സംസ്ഥാനം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണിക്കെതിരെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ വലിയൊരു തേരോട്ടം നടക്കാൻ പോവുകയാണ്. ആ തേരോട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ എറണാകുളം ജില്ലയിൽ നിന്ന്, കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് നമ്മുടെ MLA ഉണ്ടാവും. അതിനുവേണ്ടി ഇനിയും വളരെ ചുരുക്കം ദിവസങ്ങൾ മാത്രം, 23 ദിവസം മാത്രമേ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിനുള്ളൂ. ഇനിയുള്ള ദിവസങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ നമ്മുടെ പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോയാൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി, ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി നമ്മുടെ ബഹുപ്രിയപ്പെട്ട സഹോദരൻ ബാബു ദിവാകരനെ നിയമസഭയിലേക്ക് പറഞ്ഞയക്കുന്നതിന് എന്റെ പ്രിയപ്പെട്ട NDAയുടെ എല്ലാ പ്രവർത്തകരും തയ്യാറാവണം എന്ന് നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ അഭ്യർത്ഥിച്ചുകൊണ്ട്, അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. കാമരാജ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുജീന്ദ്രൻ അവരുടെ ആശംസ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. പൊതുവായ അധ്യക്ഷൻ സാവുജി, നമ്മുടെ പ്രിയങ്കരനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരനായ നേതാവ് ചന്ദ്രശേഖർജി, നമ്മുടെ നിയുക്ത സ്ഥാനാർത്ഥി, നമ്മുടെ പ്രതീക്ഷയുമായ ബാബു ദിവാകരൻജി, BDJSന്റെ സംസ്ഥാന സെക്രട്ടറി ജയപ്രകാശ് ജി, കുരുവിള മാത്യു സർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് ജി, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട NDA നേതാക്കളെ, സഹോദരന്മാരെ, സത്യത്തിൽ കേരളത്തിലെ ജനത ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ്. ചെറുത്താനും കടലിലും നടുക്കാണ് ഇന്ന് കേരള സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത്. അതിനകത്ത് പച്ച തുരുത്തായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തെയും ഒരു പച്ച തുരുത്തായി കണ്ട് ജനങ്ങൾ ആ സംവിധാനത്തിലേക്ക് വന്നിരിക്കുകയാണ്. എല്ലാവരും വളരെ പ്രതീക്ഷയോടു കൂടിയാണ്
നമ്മളുടെ NDA മുന്നണിയെ കണ്ടിരിക്കുന്നത്. ഇവിടെ കുടിക്കുന്ന എല്ലാ പ്രവർത്തകരും ഒരു കേരള സ്വഭാവത്തോടുകൂടി നമ്മൾ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ ഒന്നാൾ മാത്രമല്ല കേരളത്തിന് തന്നെ ശിലാകേന്ദ്രം നമുക്ക് കൈപ്പിടിയിലാക്കാൻ പറ്റും. നമുക്ക് വിജയം സുനിശ്ചിതമാണ്. എല്ലാവർക്കും വേണ്ടി വിജയാശംസകൾ. നന്ദി പ്രഭാഷണത്തിനായി കുന്നോത്ത് കോലഞ്ചേരി മണ്ഡലാധ്യക്ഷൻ ശ്രീ അരുൺകുമാർ അവരുടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിവേളയിൽ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മുടെ നിയുക്ത MLA ഇവിടെ വിജയകരമായി ജയിച്ചു വരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായിട്ട് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ സാബു ജേക്കബ് 2020% ശ്രീ സാബു ജേക്കബിനെ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർജി അവർക്ക് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന NDAയുടെ ചെയർമാൻ കൺവീനർ ശ്രീ വിജയന്റെ സ്വാഗതം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ PP ശശി നന്ദി അറിയിക്കുന്നു. അതുപോലെ